ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇവിടെ സമയം പുലർച്ചെ 5 മണി. ഞങ്ങൾ കുറച്ച് നേരം എണീറ്റിട്ട് ഞങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു 4:30 ആകുമ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. റിച്ചു അലാം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ആ ശബ്ദം കണ്ട് റിച്ചുമോൻ എണീറ്റു. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് റിച്ചുമോനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ എടുക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇത്ര നേരത്തെ എണീറ്റതിൻ്റെ കാരണം എന്താ അറിയുമോ? റിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ. ഇല്ലേ? അപ്പം ഇത്ര നേരത്തെ എണീറ്റത് ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മൂന്നാറിലോട്ടാണ് പോകുന്നത്. പിന്നെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. എലക്സൽ ഹിൽസ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം പാക്കിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, എടുത്ത് വയ്ക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇനി ജസ്റ്റ് പോയാൽ മതി. വണ്ടി ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഫുൾ ഫാമിലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഷോപ്പിംഗ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങളത് പിന്നെ പറയാമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു, മൂന്നാറാണ് പോകുന്നത്. അപ്പോൾ ഒരു 2 days നല്ല അടിച്ച് പൊളിച്ച് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 2 റിസോർട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ഒന്ന് എലിക്സർ ഹിൽസിലും പിന്നൊന്ന് എവിടെയാ ഫോഗ് റിസോർട്ടിലും പോകുന്നുണ്ട്. അവർക്കും മതിയായിട്ടില്ല. ഇനി ബാക്കി ബസ്സിൽ കിടന്നുറങ്ങാം. ഇനി അഞ്ചു എഴുന്നേറ്റിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അഞ്ചു എഴുന്നേറ്റോന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉറങ്ങാണ്. ചായ കുടിച്ചേട്ടന്. ഞാൻ ചായ രാവിലെ അങ്ങനെ കുടിക്കലില്ല. സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കട്ടിൽ ഇടാൻ പോകുന്നതാണ്. സോ നമ്മൾ കട്ടിനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിൽ പോയി ചായയൊക്കെ കൊടുത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. വണ്ടി വന്നു. ബസ് പറഞ്ഞേ, ബസ് പോണ്ടേ? റിച്ചു പോണ്ടേ പറഞ്ഞേ. ഹായ് പറഞ്ഞേ. പോണ്ടേ പോണ്ടേ. ഞാൻ പറഞ്ഞു മൂന്നാറ് പോണേന്ന് രാവിലെ തന്നെ പറഞ്ഞു. മൂന്നാറ് പോണേ. അപ്പോൾ വണ്ടിയൊക്കെ വന്നു. ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പെട്ടികളൊക്കെ കയറ്റണം. എല്ലാവരും ഫുൾ ബിസിയാണ്. ടാറ്റ പറഞ്ഞേ. ഗുഡ് ബൈ. നീയാണോ ഡ്രൈവ് ചെയ്യുന്നത്? രാവിലെ ഒരു 7 മണിയോട് കൂടി നമ്മളെല്ലാവരും ഇറങ്ങിയത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഒരു 10 മണിക്കുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിനുശേഷം കഴിച്ചു കേട്ടോ. അയ്യോ, വേണം കരിക്കോണം. നമ്മളിപ്പോ എവിടെയാ? ഇതൊരു ചോക്ലേറ്റ് മ്യൂസിയം. അടിമാലി എത്തിയപ്പം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വണ്ടിയൊക്കെ നിർത്തി ഒരു കരിക്കൊക്കെ കുടിച്ചു. അപ്പം അവിടെ ഒരു പെർഫ്യൂംസ് ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ ഒന്ന് കയറി. ഒരു പക്ഷെ ഞാനവിടെ കയറിയില്ലായിരുന്നെങ്കിൽ അതെനിക്കൊരു നഷ്ടമായി പോയേനെ. എന്താണെന്ന് വെച്ചാൽ അതുപോലെ കിഡിലൻ ഫ്രീഗ്രൻസസ് ഉള്ള കുറേ പെർഫ്യൂം കളക്ഷൻ അവിടെ ഉണ്ട്. നിങ്ങൾ മൂന്നാറിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ തന്നെയാണ്, അടിമാലിയിലാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പുള്ളത്. മസ്റ്റായിട്ടും അവിടെ ജസ്റ്റ് ഒന്ന് കയറുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ ഉണ്ട്. ഇത് ഊത് എന്ന് പറയും. പെർഫ്യൂമിന്റെ ബേസ് വുഡ് ആണ്. ഇതിന്ന് ഓയിൽ ഉണ്ടാക്കും. ഇതാണ് ഈ ഗൾഫിലൊക്കെ പോണ ഊത് എന്ന് പറയുന്നത് സാധനം. ഇത് ഊതിന്റെ ഓയിൽസ് ആണ്. ഇത് പ്രീമിയം കളക്ഷൻസും റെഗുലർ കളക്ഷൻസും. മസ്ക് ഇതിനേക്കാളും എനിക്ക് ഈ സ്മെല്ല് ഇഷ്ടമായത്. ഈ ഒരു ചെറിയ ബോട്ടിൽ 300 to 25,000 ഉണ്ട് അല്ലേ?
അത് മനസ്സിലായി. അതായത് നമ്മൾ ഒരു പെർഫ്യൂം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഡയറക്റ്റ് സ്മെല്ല് ചെയ്യും. അപ്പം മുന്നുണ്ടായിരുന്ന ആ സ്മെല്ല് പോയിക്കോളും. ആന്റി ഇതുവല്ല വാങ്ങിക്കണ്ടാ? ക്യാരറ്റ് ലൂപിക്ക. നീ തുടങ്ങിയോ? ഉച്ചയ്ക്ക് മുന്നായിട്ട് നമുക്ക് റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. സോ നമ്മൾ ചടപടയെന്ന് കരിക്കൊക്കെ കുടിച്ച് വേഗം തന്നെ വണ്ടിയിൽ കയറി. നെക്സ്റ്റ് ലക്ഷ്യം ലഞ്ചാണ് കേട്ടോ. ഹായ്, ഇപ്പം ഒരു 1 മണി ആയിട്ടുണ്ട് സമയം. ഞങ്ങളിപ്പം അലിബാബ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കണേ. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയും കൂടെ ഉള്ളൂ ഞങ്ങൾക്കിനി എലിക്സ ഹിൽസിലേക്ക്. ഇവിടെ നിന്ന് ഇപ്പം ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളിനി നേരെ എലിക്സ ഹിൽസിലേക്ക് പോകും. നോ മാസ്ക് നോ എൻട്രി. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ടു എലിക്സ ഹിൽസിലേക്കാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ പോകുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ തേയിലത്തോട്ടങ്ങൾ, പിന്നെ കുറേ ട്രീസ്, പിന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നല്ല ഭംഗിയുള്ളൊരു സ്കൂൾ, ഗവൺമെൻറ് സ്കൂളായിരുന്നു. ലക്ഷ്മി സംതിങ് ആയിരുന്നു പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ കുട്ടി കുട്ടി വീടുകളൊക്കെ ആയിട്ട് ആ വഴി തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ത്രിൽഡ് ആണ്. നമ്മളിപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ എലിക്സ ഹിൽസിലേക്ക് എത്താൻ പോവാം. അഞ്ചു എത്തി. ഞങ്ങള് എലിക്സർ എത്തി. നല്ല വെയിലുണ്ടല്ലേ? ഇപ്പൊ എത്രയും സമയം? ഇപ്പോൾ സമയം 2 മണി ആയിട്ടുണ്ടാവും. ഞങ്ങളങ്ങനെ എലിക്സർ എത്തി, സേഫ് ആയിട്ട് എത്തി. ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ്. ആയിട്ടാണ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചത്, എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ കാണിക്കാമെന്ന് പറയുന്നത് ശരിയാണോ? അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് കുറേ ടൈം എടുക്കും, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ബോറടി ആയിട്ട് മാറും. അപ്പം അതിൽ നല്ലത് നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങൾ, ഇപ്പം റിസോർട്ടിൽ എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്, ബിക്കോസ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനി അടുത്തത് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ആൻഡ് നമുക്കിനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.